നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ പ്ലാൻ എന്തായാലും ഏറ്റുമോളെ. അതുകൊണ്ടാ നേരം പുലരുന്നതിന് മുമ്പേ ആരോടും പറയാൻ നിങ്ങളെ കാണാനായിട്ട് ഞാൻ കൊണ്ടുവന്നേ. ഇന്നലെ രാത്രി തന്നെ നിങ്ങളെ കാണാൻ വരണമെന്ന് ഞാൻ കരുതിയതാ. പക്ഷെ എന്ത് ചെയ്യാൻ മോളെ, കുടുംബത്തിന്റെ ഭദ്രതയ്ക്കും നിലനിൽപ്പിനും വേണ്ടി ചിലപ്പോ ഇതിലും വലിയ വേഷങ്ങൾ കെട്ടി നമുക്ക് ആടേണ്ടി വരും. ചെല്ലട്ടാ മോളെ, എന്തായാലും നിങ്ങളെ വീട്ടിലേക്ക് പോകാൻ നോക്കട്ടെ. ഓക്കേ, ഇപ്പൊ എങ്ങനെ നമ്മൾ ഇവിടേക്ക് വന്നതിൽ സന്തോഷമായില്ലേ? സത്യം സൂര്യ, ഇത്ര പെട്ടെന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഇനി ഒരിക്കലും സന്തോഷമുള്ളൊരു ജീവിതം കിട്ടില്ലെന്ന് തന്നെയാ ഞാൻ കരുതിയത്. അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാനും വിചാരിച്ചില്ല ഭാവന ഇത്രയൊക്കെ സക്സസ് ആവുന്നു. പിന്നെ തന്റെ വല്യമ്മയെ ഇറക്കി വിടാൻ അയാൾ കാണിച്ചൊരു കാരണം കിട്ടിയപ്പോ ഞാൻ അതൊന്ന് നന്നായി ഉപയോഗിച്ചു, അത് ഏൽക്കുകയും ചെയ്തു. ഇനി അമ്മ കുറച്ചു ദിവസം ഒറ്റയ്ക്ക് ചിന്തിച്ച് ജീവിക്കട്ടെ, നമുക്ക് കാത്തിരിക്കാം. ഒരുപാട് നാളൊന്നും വേണ്ട സൂര്യ, പാവമല്ലേ. ആ, തനിക്ക് മാത്രമല്ലേ ഈ ചിന്തയുള്ളൂ, മറ്റാർക്കും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാനും അച്ഛനും പറയുന്നത് വരെ നമ്മൾ ഈ ഡ്രാമ തുടരുന്നു. താൻ തന്റെ വീട്ടിൽ പറഞ്ഞു, പക്ഷെ പുറത്താരും അറിയരുത്. പുറത്താരോട് പറയാൻ? എന്നാ താമ്പാ അല്പനേരം കൂടി നമുക്കിവിടെ നിന്നിട്ട് പോയാലോ സൂര്യ? ഓ, നൊസ്റ്റാൾജിയ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞോ ഞാൻ. ആരാരും കാണാൻ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നേതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചു, നിള പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നും അഴകേ ഈ അനുരാഗം. കസനിതകര മിന്നും കിനാവിൻ തിരിയായൻ മിഴിയിൽ ദിനം കാത്തുവെക്കാമണയാതെ നിന്നെ ഞാൻ. ഇടനെഞ്ചിനുള്ളിലെ ചുടുശ്വാസമായി ഞാൻ. ദേ, ഇവിടെ നടന്നത് വല്ല അറിയുന്നുണ്ടോ? ഇന്നലെ നടന്നതിന്റെ ക്ഷീണ വിവരം മാറിയില്ല, പിന്നെ ഇന്ന് നടന്നത്. ഇതൊന്നും അല്ല ചേട്ടാ, രാവിലെ ഭാവന വന്നിരുന്നു. എന്തിന്? നിങ്ങളുടെ മച്ചമ്പിയുടെ കാല് പിടിക്കാൻ. എന്നിട്ട് മച്ചമ്പി എന്തു പറഞ്ഞു? വന്നതുപോലെ അവളെ തിരിച്ചു പറഞ്ഞയച്ചു. അവളെ തിരിച്ചു പറഞ്ഞയക്കണ്ടായിരുന്നു. ഇനിയിപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ? അല്ല ചേട്ടാ, നിങ്ങളുടെ മച്ചമ്പിയുടെ മനസ്സെന്താ പെട്ടെന്ന് ഇങ്ങനെ മാറിയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഒരു കണക്കിന് നന്നായില്ലേ? സൂര്യയുടെയും ഭാവനയുടെയും അഹങ്കാരം കുറച്ച് കുറഞ്ഞില്ലേ? ഇനിയിപ്പോ ജയക്കായിരിക്കും കൂടുതൽ സന്തോഷം.
അതിന് ജയ രാവിലെ ഭാവനയും സൂര്യൻ കാണാൻ പോയില്ലായിരുന്നോ? അതുകൊണ്ടാണല്ലോ ഭാവന ഇങ്ങോട്ട് വന്നത്. ജയക്ക് ഇത് എന്തിന്റെ കേടാ? ഒരു ദിവസം പോലും ആകുന്നതിന് മുമ്പ് അവിടെ മനസ്സലിഞ്ഞോ? അതെത്രയായാലും സ്വന്തം മകൻ മകൻ തന്നെയാ. പ്രത്യേകിച്ച് സൂര്യയുടെ കാര്യത്തില് ജയക്ക് അല്പം വാത്സല്യം കൂടുതലാ. എന്നാലും ഇന്ന് തന്നെ അവള് പോകണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിരുന്ന ജയ വിടില്ലായിരുന്നു. ആ, എന്തായാലും മച്ചമ്പി നെഗറ്റീവായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, നമുക്കത് മതി. ദേ ഏട്ടാ, ഈ തക്കം നോക്കി എത്രയും വേഗം ഈ വീട് നമ്മുടെ മോളുടെ പേരിൽ എഴുതാൻ നോക്ക്. ഇപ്പോഴാകുമ്പോ സൂര്യൻ ഭാവന ഇവിടെ ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ ഈ കാര്യം പറയുന്നത് മണ്ടത്തരവാ പ്രസീതേ, അത് സംശയത്തിനിട നൽകും. പിന്നെ ഇനി എപ്പോ പറയാനാ തീരുമാനം? എന്തായാലും സൂര്യൻ ഭാവന ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ, അപ്പൊ പിന്നെ ചോദിച്ചാൽ എന്താ? നീ വെറുതെ ഇപ്പോൾ ഉള്ള കഞ്ഞൂടി മുട്ടിക്കല്ലേ പ്രസീതേ. നല്ലവണ്ണം ആലോചിച്ചു വേണം ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നമ്മളായിട്ട് ചോദിച്ചതല്ലോ, അവരിങ്ങോട്ട് പറഞ്ഞല്ലേ. ആര് പറഞ്ഞു? നമ്മുടെ മോളെ കൊണ്ട് നമ്മൾ അങ്ങോട്ട് ചോദിപ്പിച്ചതാ, ഓർമ്മയുണ്ടോ? മോളല്ല, മോള് പറയാതെ അജേട്ടനാ ചോദിച്ചത്. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. ആര് ചോദിച്ചാലും നമുക്ക് തരാമെന്ന് പറഞ്ഞല്ലേ, അത് മതി. അല്ലാതെ ഒരിക്കലും ഇങ്ങോട്ട് വേണോന്ന് ചോദിച്ചാൽ ആരും നിർബന്ധിക്കൊന്നുമില്ല. അതൊന്നും വേണ്ട പ്രസീതേ. മാനസമോളെ കൊണ്ട് നമ്മൾ തന്നെ വളരെ തന്ത്രപൂർവ്വം ഒരു തീരുമാനം ഉണ്ടാക്കിയാ പോരെ. നീ ഒന്ന് സമാധാനപ്പെട്. എന്താ അമ്മേ, എന്നെ കൊണ്ട് എന്ത് തീരുമാനം നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? എന്തായാലും നല്ല ഉദ്ദേശമൊന്നും ആവില്ല. അല്ല, അതെ, ഞങ്ങൾക്ക് നീ ഇവിടെ ഒന്നും ചെയ്തു തരണ്ട. പക്ഷേ ഇനിയെങ്കിലും നീ നിന്നെ കുറിച്ച് ചിന്തിക്കണം. അച്ഛാ, ദയവേത് ഈ വീട്ടിലുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നും എന്നോട് പറയരുത്. അറിയാലോ, ഒന്നാമത് ഇവിടെ ആകെ പ്രശ്നങ്ങളാണ്. അതിന് നമ്മൾ ആരെയും ദ്രോഹിക്കാനൊന്നും പോകുന്നില്ലല്ലോ. നമുക്ക് അവകാശപ്പെട്ടതല്ലേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അവകാശപ്പെട്ടതോ? മനസ്സിലായില്ല. ഈ വീടിന്റെ കാര്യം തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. എന്തായാലും ഈ വീട് നിനക്ക് തരാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം കയ്യോടെ അത് എഴുതി മേടിക്കണം. അച്ഛാ, ഇരുതിയിൽ എണ്ണ ഒഴിക്കുന്ന അച്ഛന്റെ ഈ പരിപാടി ഇവിടെ നടക്കില്ല കേട്ടോ. അവർക്കറിയാം എപ്പോഴാ എന്താ ചെയ്യണ്ടേന്ന്. അല്ലാതെ ഞാൻ അറിയാതെ ഈ കാര്യം വല്ലതും ആന്റിയോടോ അങ്കിളിനോടോ പറഞ്ഞോണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. നീ എന്താടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞങ്ങള് പറയുന്നതിന്റെ ഗൗരവം ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് മനസ്സിലാവും. എന്താ സൂര്യൻ ഭാവന ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ ഈ കാര്യം പറയാൻ? അതെ, കാത്തിരിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് രണ്ടുപേരോടങ്ങ് പിണങ്ങിപ്പോയത് നന്നായി. അപ്പൊ പിന്നെ ഒന്നിലും ഇടപെടാൻ പറ്റത്തില്ലല്ലോ. ഞാനേ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. എത്ര പറഞ്ഞാലും നിങ്ങളുടെ തലമണ്ടലോട്ട് കേറില്ലെന്ന് വെച്ചാ